ഹലോ ഗീത. ഇന്നലെ വൈകുന്നേരം ഗീത വരുന്നത് ഞാൻ കണ്ടു. അച്ഛൻ കൂടെയുള്ളത് കാരണം തമ്മിൽ കാണാനോ സംസാരിക്കാനോ സാധിച്ചില്ല. ഗീതയാകെ മാറിയിരിക്കുന്നു. ബാംഗ്ലൂരിലെ ജീവിതവും അവിടുത്തെ കൂട്ടുകാരികളും ഗീതയെ വളരെ സ്വാധീനിച്ചെന്ന് തോന്നുന്നു. എനിക്കൊരു മാറ്റമില്ല. ചുറ്റുപാടുകളാണല്ലോ മനുഷ്യ ജീവിതത്തിന് നിറം പോയിരുന്നത്. ഗീത എന്നും എന്റെ ഓർമ്മയിലൂടെ എത്താറുണ്ട്. ഞാൻ പോട്ടെ. നീ എവിടെയായിരുന്നു മോളെ? ഞാൻ തോട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ കുസൃതിയാണ്. അച്ഛന് ഞാൻ എന്നും കുട്ടിയല്ലേ? അതെ, പക്ഷെ ഗീതേ, നീ പ്രായമായ ഒരു പെണ്ണാണെന്ന് മറക്കരുത്. മറക്കില്ല. പോരെ, അച്ഛന് സന്തോഷായില്ലേ? എന്നാലും എന്റെ ബോബി, പാവമായ നിന്റെ ഫാദറിനോയെ നീ താഴേക്ക് തള്ളിയിട്ടല്ലോ. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടിയാക്ക് പ്ലീസ്. രാവിലെ മുതൽ തുടങ്ങിയതാ ഈ സൈക്കിൾ യജ്ഞം. എന്റെ ഫാദറില്ലോ എനിക്കിനി വയ്യ. പപ്പ ഇനി നടന്ന് വീട്ടിൽ പോയാ മതി. അങ്ങനെ പറയല്ലേടാ മോനെ. പപ്പായ്ക്ക് തീരെ നടക്കാൻ പാടില്ല. അപ്പോഴേ തമ്പി മുതലാളിക്ക് എത്ര കാറുകളുണ്ട്. എന്റെ മോൻ അതിലൊരെണ്ണം കൊണ്ടുപോരാൻ പാടില്ലാന്നോ? കാറുകളുടെ ഇടയിലാണ് ഞാൻ ജനിച്ചതെങ്കിലും ഞാൻ സൈക്കിളിലെ സഞ്ചരിക്കൂ. അതിന്റെ ഒരു ദുശ്ശീലമായി പോയി. നായെ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. അല്ലേ നായെ? അല്ലേ മോനെ? പപ്പ എന്നെ വെറും നായയാക്കണോ? ഏയ്, നിന്റെ മുഖം കണ്ടപ്പം എനിക്കങ്ങനെ തോന്നി. എന്റെ മോള് റീത്ത അല്ലേ പോകുന്നത്? അതെ പപ്പ, റീത്ത തന്നെ. ഇപ്പൊ തന്നെ ഞങ്ങളെ രണ്ടുപേരെയും വെച്ച് സംസാരിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലാക്കി തരണം. ഞാൻ ഇപ്പൊ വരാം. ധൃതി കൂട്ടിയ കാര്യം നടക്കത്തില്ല. ഞാന് അവളുമായിട്ട് സംസാരിക്കട്ടെ. മോൻ ഇവിടെ തന്നെ നിന്നു. എന്താ, ഞാൻ വേണമെങ്കിൽ സൈക്കിളെ കൊണ്ടൊന്നും വിടാം. വേണ്ട വേണ്ട, ഇവിടെ നിന്നാ മതി. അതെ, ഞാൻ സൈക്കിളെ കൊണ്ടൊന്നും വിരോധമില്ലാത്ത കാര്യമല്ലേ പപ്പ? റീത്ത, എന്താ പപ്പ? നീ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചോറെടുത്തില്ലേ? ഇല്ല പപ്പ. കറക്റ്റ്. എന്താ പപ്പ മുഖത്തിനൊരു വാട്ടം? റീത്ത സമ്മതിച്ചില്ലേ? ഒരു വിഷമം. എന്തിന് സമ്മതിക്കാനോ? അതെ, കാരണം ഒരു വിധത്തിൽ നോക്കിയാൽ അവള് പറയുന്നത് കാര്യമല്ലേ? എന്തോന്ന് കാര്യം? മോന്റെ കയ്യിൽ കാശ് പോലും ഇല്ലെന്നും 100 രൂപ പോലും എടുക്കാനില്ലെന്നും തമ്പിച്ചായനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും മറ്റും 100 രൂപ പോലും ചോദിച്ചാൽ എടുക്കാൻ കാണില്ലെന്നോ? 100 അല്ല 500 രൂപ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. വരട്ടെ. അങ്ങനെ വരട്ടെ മോനെ. മോനെ, നാളെ ഒരു 500 രൂപ പപ്പാടെ കൈ കൊണ്ടിത്താ. ബാക്കി കാര്യം ഞാൻ മിസ്റ്റർ തമ്പി, കുറച്ചു ദിവസം ഈ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഏതെങ്കിലും സുഖവാസ കേന്ദ്രത്തിൽ പോയി വിശ്രമം എടുത്താൽ നന്നായിരിക്കും. മെന്റൽ ടെൻഷനാണ് രോഗകാരണം. ആ കൊട്ടാരം ഏലത്തിൽ പോയതിനു ശേഷം ഞാൻ ആകെ തളർന്നു പോയി ഡോക്ടർ. അതൊന്നും വിചാരിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും. കുറച്ചു ദിവസം ഇവിടുന്ന് വിട്ടു നിൽക്കാം. അപ്പോഴെല്ലാം ശരിയാകും, അല്ലേ? മിസ്സിസ് തമ്പി പറയുന്നതാണ് ശരി. ഇന്ന് തന്നെ യാത്രയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുക.
താങ്ക് യു. ആർ യു ഓൾ റൈറ്റ്? യെസ് ഡാർലിംഗ്. ഈ മുറി ഏതാണെന്ന് ശാന്തിക്ക് ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് ഈ മുറിയിൽ വെച്ചാണ് ഞാൻ അങ്ങയുടെ സ്വന്തമായത്. ഞാൻ നിന്റെ സ്വന്തമായതും ഇതേ മുറിയിൽ വെച്ചാണ്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അതെ. ഉം.